ശബരിമല യുവതീ പ്രവേശനത്തിൽ തന്ത്രപരമായ നിലപാടുമായി സംസ്ഥാന സർക്കാർ മതപണ്ഡിതരുമായി ആലോചിച്ച് തീരുമാനമെടുക്കണമെന്ന് സുപ്രീം കോടതിയിൽ വാദങ്ങൾ സമർപ്പിച്ചു. യുവതികളെ പ്രവേശിപ്പിക്കണോ വേണ്ടയോ എന്നത് നേരിട്ട് പറയാതെയാണ് വാദങ്ങൾ നൽകിയത്. സ്ത്രീ പ്രവേശനത്തിൽ പൊതുതാൽപര്യ ഹർജിയിലൂടെ തീരുമാനമെടുക്കാനാകില്ലെന്നും സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. സായ്കുമാറാണ് വിവരങ്ങളുമായി ചേരുന്നത്. സായ്കുമാർ, സർക്കാർ നിലപാട് അറിയിച്ചു എന്ന് പറയുമ്പോൾ അത് VS സർക്കാരിന്റെ കാലത്തെ നിലപാട് ആവർത്തിച്ചു എന്ന് പറയണം. പക്ഷേ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ നിലപാട് പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ട് നിൽക്കെ തന്ത്രപരമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം, അല്ലെ? എന്തൊക്കെയാണ് മറുവാദങ്ങളായി നൽകിയിരിക്കുന്നത്? തീർച്ചയായും ഇതാ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ തന്ത്രപരമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. 17 പേജുള്ള ഈ സത്യവാങ്മൂലത്തിൽ 7 ചോദ്യങ്ങൾക്കുള്ള നിലപാടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എഴുതി തയ്യാറാക്കിയ സത്യവാങ്മൂലത്തിലൂടെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിൽ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഒരു നിലപാട്, അതായത് യുവതീ പ്രവേശനമാകാമെന്നോ അതോ വേണ്ടയോ എന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് സർക്കാർ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായ കാര്യം. അതിൽ സർക്കാർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, അനിവാര്യമായ മതാചാരങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് അതാത് മതങ്ങളിലെ മതപണ്ഡിതരാണ്. അവരുമായി കൂടിയാലോചിച്ച് വേണം അതിലൊരു അന്തിമ തീരുമാനമെടുക്കാൻ. അതൊരു പൊതുതാൽപര്യ ഹർജിയുമായി കോടതി തീരുമാനമെടുക്കേണ്ട വിഷയമല്ല എന്നാണ് സർക്കാർ പറയുന്നത്. അത് പൊതുതാൽപര്യ ഹർജിയിലൂടെ തീരുമാനമെടുക്കാനാവില്ല. യുക്തിയുടെയോ വികാരത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല വിശ്വാസപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് എന്നുകൂടി സർക്കാർ പറയുന്നുണ്ട്. വിശ്വാസം ആത്മാർത്ഥമായി പുലർത്തുന്നതാണോ എന്നാണ് പരിശോധിക്കേണ്ടത്. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാകണം പൊതുതാൽപര്യ ഹർജി. അത് ഏതെങ്കിലും തരത്തിലുള്ളൊരു മൗലികാവകാശം ഹനിക്കുന്നതല്ല എന്നുകൂടി സർക്കാർ ഇതിലൂടെ പറയുന്നുണ്ട്. അതോടൊപ്പം മതവിഭാഗത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ, ആചാരപരവുമായി ബന്ധപ്പെട്ട ആഭ്യന്തര കാര്യങ്ങൾ പുറത്തുനിന്നുള്ളവർക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നുകൂടി സംസ്ഥാന സർക്കാർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്ത്രീ പ്രവേശനം തടയുന്നത് ഒരു ഘട്ടത്തിൽ പോലും ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനത്തിന്റെ പരിധിയിൽപ്പെടുന്ന ഒരു കാര്യമല്ല എന്നാണ് സംസ്ഥാന സർക്കാർ ഇതിൽ വാദമായി ഉന്നയിക്കുന്നത്. നരബലി പോലെയുള്ള കടുത്ത മനുഷ്യാവകാശ പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ മാത്രം ഇടപെടാം എന്ന വിചിത്രമായിട്ടുള്ളൊരു വാദം കൂടി സംസ്ഥാന സർക്കാർ ഇതിൽ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഹിന്ദു മതത്തിലെ സ്ത്രീകൾ തന്നെ അവിടെ യുവതീ പ്രവേശനമാകാമെന്ന തീരുമാനത്തെ എതിർത്തിട്ടുണ്ട് എന്ന ഒരു കാര്യം കൂടി സംസ്ഥാന സർക്കാർ കോടതിയിൽ പറയുന്നുണ്ട്. 2007 കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തെ സാധൂകരിക്കുന്നതാണ് ഭക്തരായിട്ടുള്ള സ്ത്രീകളുടെ പ്രതികരണം. അതായത് ഭക്തരായിട്ടുള്ള സ്ത്രീകൾ ശബരിമലയിൽ കയറാൻ താല്പര്യപ്പെടുന്നില്ല. അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് ഇക്കാലയളവിൽ ബോധ്യപ്പെട്ട കാര്യവും അത് തന്നെയാണ്. അതുകൊണ്ട് വിശ്വാസ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ, വിശ്വാസികളായിട്ടുള്ള അല്ലെങ്കിൽ ഏത് മതത്തിൻ്റെ ആണോ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അതാത് മതത്തിലെ പണ്ഡിതന്മാരെയും അവിടെയുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരുടെയും അഭിപ്രായങ്ങൾ അനുസരിച്ച് ആചാരങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നടത്തണം. അതിൽ സർക്കാരിനോ കോടതിക്കോ ഒരു നിലപാടെടുക്കേണ്ടതില്ല എന്ന ഒരു ന്യായമാണ് സർക്കാർ ഈ സത്യവാങ്മൂലത്തിലൂടെ പറയുകയും ചെയ്തത്. നേരത്തെ യുവതീ പ്രവേശനമാകാമെന്നും അത് നവോത്ഥാന മുന്നേറ്റം എന്നൊക്കെ പറഞ്ഞിരുന്ന സർക്കാരും പാർട്ടിയുമാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു നിലപാട് പറയാതിരിക്കുന്നത്. അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം അന്നെടുത്ത നിലപാടാണ് എന്ന് തിരിച്ചറിഞ്ഞ സർക്കാർ മറ്റൊരു തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോഴാണ് ഇത്തരമൊരു നിലപാട്, കൃത്യമായി ഇതിൽ ഒരു നിലപാട് പറയാതെ സുപ്രീം കോടതിയെ ഇപ്പോൾ തീരുമാനം അറിയിച്ചിരിക്കുന്നത്. വിനീത, സായ്കുമാർ, ഇതിലിപ്പോൾ നമുക്കറിയാം ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രതിരോധത്തിലായി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ മറുപടി സത്യവാങ്മൂലം നൽകാനുള്ള ഒരു അവസരം സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നത്. ഇത് യുവതീ പ്രവേശനം സംബന്ധിച്ച് അത് വേണോ വേണ്ടയോ എന്നത് സംബന്ധിച്ചൊരു നിലപാട് പറയാനുള്ള അവസരം എന്നതിനപ്പുറം വിശ്വാസികൾക്കൊപ്പമുണ്ട് എന്ന് സർക്കാരിന് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ പറയാനുള്ള ഒരു സാഹചര്യം കൂടി ഒരുങ്ങിയിരിക്കുകയാണ് ഇതിലൂടെ, അല്ലേ? തീർച്ചയായും ഇപ്പോൾ NSS അടക്കമുള്ള സംഘടനകൾ സർക്കാരിനൊപ്പം ചേർന്ന് നിൽക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം വിശ്വാസ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടില്ല എന്ന് അവർക്കടക്കം നൽകിയ ഉറപ്പ് തന്നെയാണ്. ആ ഉറപ്പ് തന്നെയാണ് സത്യവാങ്മൂലത്തിലൂടെയും സർക്കാർ നൽകുന്നത്. വിശ്വാസികളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടാൻ തങ്ങളില്ല എന്ന് പറഞ്ഞ് ഒരു മാറി നിൽക്കൽ കൂടിയാണ് ഇപ്പോൾ സർക്കാർ ഇവിടെ ചെയ്യുന്നത്. അതുതന്നെയാണ് NSS അടക്കമുള്ള സംഘടനകൾ സർക്കാരിനോട് ആവശ്യപ്പെട്ട ഒരു കാര്യം. വിശ്വാസികളുടെ കാര്യത്തിൽ അത് വിശ്വാസികളുടെ നിലപാടാകണം. അവരുടെ ആചാരങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഇന്നലെ ദേവസ്വം മന്ത്രി ആയാലും സംസ്ഥാന സെക്രട്ടറി ആയാലും ഒക്കെ പറഞ്ഞത് തങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്നാണ്. ഈ ഒരു സത്യവാങ്മൂലത്തിലൂടെയും അത് വിശ്വാസപരമായ കാര്യങ്ങൾ അതാത് മതത്തിലെ പണ്ഡിതന്മാർ ചേർന്ന് തീരുമാനിച്ചു കൊള്ളട്ടെ എന്ന ഒരു നിലപാടെടുക്കുന്നതും തങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം ഒരു നിലപാട് കോടതിയെ അറിയിച്ചിട്ടുള്ളത് എന്ന ഒരു വാദം ഈ സംസ്ഥാന സർക്കാരും CPIM നേതാക്കളും ആവർത്തിച്ച് പറയാൻ പോകുന്നത്. ഇപ്പോൾ ശബരിമല എന്ന വാക്ക് 7 ചോദ്യങ്ങളിൽ നൽകിയിട്ടുള്ള ഉത്തരങ്ങളിൽ എവിടെയും ഉപയോഗിച്ചിട്ടുമില്ല. മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ അതാത് മതത്തിലെ പണ്ഡിതന്മാർ ചേർന്നുള്ള തീരുമാനമാകണം. അത് കോടതിയോ സർക്കാരോ എടുക്കേണ്ട ഒരു തീരുമാനമല്ല
എന്നുകൂടിയാണ് സർക്കാർ പറയുന്നത്. അതാണ് വിശ്വാസികൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇത്തരമൊരു നിലപാടെടുക്കുന്നത്. അപ്പോൾ നവോത്ഥാനം, തുല്യത തുടങ്ങിയ കാര്യങ്ങളിൽ എന്താണ് സർക്കാരിന്റെയും പാർട്ടിയുടെ നിലപാട് എന്നുള്ള ചോദ്യവും ബാക്കിയാവുകയാണ്. സായികുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.